ഹലോ മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം SLC പരീക്ഷയുടെ വാല്യുവേഷൻ 16-ാം തീയതി തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ ഈ വെക്കേഷൻ സമയത്ത് SLC റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും അറിയിക്കും. സോ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരമാണ് നിങ്ങൾക്ക് ഈ സമയത്ത് അറിയിക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, SLC പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താ SLC ബുക്ക്, അതായത് നിങ്ങളുടെ ഗ്രേഡുകൾ അടങ്ങിയ, അതായത് നിങ്ങൾക്ക് ഓരോ വിഷയത്തിനും ഏത് ഗ്രേഡാണ് ലഭിച്ചത് എന്നടങ്ങുന്ന ഒരു ഗ്രേഡ് കാർഡ് കിട്ടും. അഥവാ നമ്മളതിനെ SLC ബുക്ക് എന്ന് പറയും, സെക്കൻഡറി സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ് എന്ന് വ്യക്തമായതിനെ പറയും. ഓക്കെ, അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ തമ്പനയിൽ കണ്ടു കാണും. ഓക്കെ, സെക്കൻഡറി സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ അതായത് SLC ബുക്കാണോ മാർക്ക് ലിസ്റ്റാണോ നമുക്ക് വേണ്ടത്, ഏതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നൊരു തമ്പനയിൽ കണ്ടിട്ടായിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഗ്രേഡ് കാർഡിനും മാർക്ക് ലിസ്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഒരു പടി മുന്നോട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മാർക്ക് ലിസ്റ്റിനാണ്. ഞാൻ പറഞ്ഞു തരാം അതെന്തിനാണെന്ന്. എന്താണ് മാർക്ക് ലിസ്റ്റ്, എന്താണ് ഗ്രേഡ് കാർഡ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഗ്രേഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ഏതൊരു വിഷയത്തിൻ്റെ, അതായത് നമ്മുടെ 10 വിഷയത്തിനും നമുക്ക് ലഭിച്ച ഗ്രേഡ് A+, A, B അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അടങ്ങുന്നതാണെന്ത് SLC ബുക്ക് അല്ലെങ്കിൽ ഗ്രേഡ് കാർഡ്. എന്നാൽ മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വിഷയത്തിനും നമുക്ക് ലഭിച്ച കൃത്യമായിട്ടുള്ള മാർക്ക് അടങ്ങുന്നതാണ്. ഓക്കെ, അപ്പോൾ മാർക്ക് ലിസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ മാർക്ക് ലിസ്റ്റിൽ നിന്ന് നമുക്ക് ലഭിച്ച, അതായത് SLC പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിച്ച ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് കൃത്യമായിട്ട് അറിയാം. ദെൻ കൂട്ടി നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോ ടോട്ടൽ പേഴ്സൻറ്റേജ് എത്ര ശതമാനം നിങ്ങൾക്ക് ലഭിച്ചു, മൊത്തം കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ശതമാനം ലഭിച്ചു എന്ന് കൃത്യമായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും. +2ൻ്റെ അഡ്മിഷൻ കൂടാതെ PSC പരീക്ഷ, മറ്റ് കേന്ദ്രീയ പരീക്ഷകൾ, പിന്നെ പോസ്റ്റ് ഓഫീസ് പരീക്ഷ തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും, അല്ലെങ്കിൽ ഈവൻ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ പോലും അവർ ചോദിക്കുന്നത് എന്താണ്, നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ പേഴ്സൻറ്റേജ് ആണ്. പക്ഷെ നമ്മുടെ ഈ ഗ്രേഡ് കാർഡിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അവിടെ കൊടുത്തിരിക്കുന്ന A+ അല്ലെങ്കിൽ A എന്ന് പറയുന്നത് ഒരു നിശ്ചിത സംഖ്യകളുടെ ഇടയിൽ കിടക്കുന്ന വാല്യൂ ആണ്. ഇപ്പോൾ A+ എന്ന് പറയുന്നത് 90നും 100നും ഇടയ്ക്ക് കിടക്കുന്നതാണ്. അപ്പോൾ ഏത് വാല്യൂ വന്നാലും എന്താ A+ തന്നെയാണ്, പക്ഷേ ഒരു നിശ്ചിത വാല്യൂ അല്ല. ഓക്കെ, അതുകൊണ്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ശരാശരി അല്ലെങ്കിൽ ആവറേജ് എടുക്കാൻ പറ്റില്ല. പൊതുവേ കുട്ടികൾ എടുക്കുന്നത് എന്താ, ഈ യൂട്യൂബിലുള്ള കുട്ടികൾ ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ടാണ്. പക്ഷേ അങ്ങനെ എടുത്തിട്ട് നമുക്ക് കൃത്യമായ പേഴ്സൻറ്റേജ് നമുക്ക് ലഭിക്കുകയില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പേഴ്സൻറ്റേജ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് മാർക്ക് ലിസ്റ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സാധാരണ ലഭിക്കുന്ന പോലെ, ഗ്രേഡ് കാർഡ് ലഭിക്കുന്ന പോലെ നിങ്ങൾക്ക് കിട്ടത്തില്ല. സോ മാർക്ക് ലിസ്റ്റിന് മറ്റൊരു പ്രോസസ്സാണ്. ഓക്കെ, സോ ഗ്രേഡ് കാർഡ് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രേഡ് കാർഡ് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി എന്താണ് മാർക്ക് ലിസ്റ്റ് ലഭിക്കാനുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. മാർക്ക് ലിസ്റ്റ് ലഭിക്കണമെങ്കിൽ നിങ്ങളൊരു 500 രൂപ മുടക്കണം. ഓക്കെ, ചുമ്മാ കിട്ടത്തില്ല, 500 രൂപ മുടക്കണം. ഓക്കെ, 500 രൂപ മുടക്കേണ്ടത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്കാണ്. അത് അയക്കേണ്ടത് DD ആയിട്ടാണ്. അതായത് നമ്മുടെ ബാങ്കിൽ ചെന്ന്, നാഷണലൈസ്ഡ് ബാങ്കിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ, അഡ്രസ്സിൽ, നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടറിൻ്റെ പേരിൽ DD എടുത്ത് നമ്മുടെ റിസൾട്ട് വന്ന ശേഷം നമ്മുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങളൊരു വെള്ള പേപ്പറിൽ നിങ്ങളുടെ അപേക്ഷ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ SLC രജിസ്റ്റർ നമ്പർ, ഇയർ ഒക്കെ എഴുതി ഈ 500 രൂപയും കൊണ്ട് നിങ്ങൾ പഠിച്ച സ്കൂളിൽ HMൻ്റെ അടുത്ത് ചെന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 3-4 മാസത്തിനുള്ളിൽ തന്നെ മാർക്ക് ലിസ്റ്റ് കയ്യിൽ ലഭിക്കും. അത് നിങ്ങളുടെ പിന്നീടുള്ള ഉപരിപഠനത്തിനൊക്കെ ഉപകരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ വിദ്യാർത്ഥികളും, കേരളത്തിലുള്ള SLC എഴുതിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു മാർക്ക് ലിസ്റ്റ് എടുത്തു വയ്ക്കുന്നത് എന്തുകൊണ്ടും ഉപകാരമാണ്. ഓക്കെ, അപ്പോൾ ഇത്രമാണ്. ഇതിൽ കൂടുതൽ അതിൻ്റെ പ്രൊസീജിയർ മറ്റ് നീണ്ടു നിൽക്കുന്നുണ്ട്. ഞാൻ വളരെ ലളിതമായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. SLC ഗ്രേഡ് ബുക്കും മാർക്ക് ലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്, ഏതിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതെടുത്താലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നല്ലത്. ഓക്കെ, ഞാനിപ്പോഴും പറയുന്നു, എല്ലാ വിദ്യാർത്ഥികളും മാർക്ക് ലിസ്റ്റ് എടുത്തു വയ്ക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. 500 രൂപ മുടക്കമുള്ളൂ, പക്ഷേ 500 രൂപ മുടക്കം നിങ്ങൾക്ക് ലൈഫിൽ വളരെ ഉപകാരപ്പെടുമെന്നാണ് പറയുന്നത്. ഏതൊരു പരീക്ഷയായിക്കോട്ടെ, ഏതൊരു സമയത്തും നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഈ ഒരു സംശയങ്ങൾ, ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ചാനലിൽ ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂസ്ഫുൾ ആയെങ്കിൽ മാത്രം കേട്ടോ. ഓക്കെ, താങ്ക്